ദേശാഭിമാനിയുടെ ഒന്നാം പേജിൽ അത് ആ വാർത്ത ചില പത്രങ്ങളിലില്ല. പക്ഷേ അതേസമയം ചില പത്രങ്ങൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. കള്ളക്കേസിൽ കുടുക്കി കന്യാസ്ത്രീകളെ ജയിലിലടച്ചു എന്നുള്ള വാർത്തയ്ക്ക് ഛത്തീസ്ഗഡിലെ ക്രൈസ്തവ വേട്ട എന്ന പേരിൽ ദേശാഭിമാനി വലിയ പ്രാധാന്യത്തോടുകൂടി ആ വാർത്ത നൽകിയിരിക്കുന്നു. അവരുടെ പ്രതികരണമടക്കം ചേർത്തിട്ടുണ്ട്. കന്യാസ്ത്രീകളായിട്ടുള്ള വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും. ഇത് നേരത്തെ ഛത്തീസ്ഗഡ് അടക്കമുള്ള മേഖലകളിൽ ഈ കന്യാസ്ത്രീമാർക്കെതിരെയും സഭകളുടെ മഠങ്ങൾക്കെതിരെയും പുരോഹിതർക്കെതിരെയൊക്കെയുള്ള നിരവധി ആക്രമണങ്ങൾ പ്രത്യേകിച്ച് ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലുമൊക്കെ നിരവധി തവണ നടന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് വേണമെങ്കിൽ പറയാം. ഒപ്പം ഇന്ന് മറ്റൊരു വാർത്ത എന്ന് പറയാവുന്നത് നമ്മുടെ ശശി തരൂരിന് തലോടലും ഒപ്പം പാലോട് രവിക്ക് തല്ലും എന്ന് പറഞ്ഞുകൊണ്ട് തലക്കെട്ടിൽ മറ്റൊരു വാർത്ത കൂടെ നൽകിയിരിക്കുന്നു. കാരണം ശശി തരൂരിനെ അത്ര പെട്ടെന്ന് കോൺഗ്രസ്സിനെ ഒഴിവാക്കാനാവില്ല. പക്ഷേ പരസ്യ പ്രതികരണം ഒപ്പം തന്നെ ഒരു വാട്സാപ്പിലുള്ള ഒരു ഓഡിയോ സന്ദേശത്തിൻ്റെ പേരിൽ പാലോട് രവിക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്കും ഏതായാലും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്.